ലോറി ഉടമ മനാഫ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നൊരു വാർത്ത ഈ ലോറിയുടെ എഞ്ചിൻ പിറ്റേ ദിവസം സ്റ്റാർട്ടായതായി GPS കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അത് തെറ്റായ പ്രചരണമാണ് എന്ന മനോഫിന്റെ പ്രസ്താവന, മനോഫിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് പലരും ഏറ്റുപിടിച്ചു, അത് വല്ലാതെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ഇത്തരമൊരു കണ്ടെത്തൽ ഒരു അന്വേഷണ ഏജൻസിയും അധികൃതരും സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഒപ്പം ഈ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ അടക്കമുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഈ എഞ്ചിൻ ഓഫായി കാണാം. ദേശീയപാതയിലെ മണ്ണ് മുഴുവൻ നീക്കിയിട്ടും ലോറി കണ്ടെത്തുന്ന സ്ഥിതിക്ക് അത് പുഴയിൽ വീണതാണെങ്കിൽ എങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ടായത് സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. KA 15A 7427 രജിസ്ട്രേഷനിൽ മനാഫിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ ലോറി. അത് നേരത്തെ ഒരു വർഷം മുൻപാണ് ഈ ഭാരത് എയർ ബെൻസ് കമ്പനിയുടെ എയർ കണ്ടീഷൻഡ് ഡ്രൈവിംഗ് ക്യാബിലുള്ള ഈ ലോറി മനാഫ സ്വന്തമാക്കിയത്. ഈ ഗംഗാവലി പുഴയ്ക്കിടയിലൂടെയാണ് ഷിരൂരിലൂടെ ദേശീയപാത കടന്നു പോകുന്നത്. സ്ഥിരമായി അർജുൻ പോകുന്ന ഒരു റൂട്ട് കൂടിയായിരുന്നു ഇത്. ഈ കുന്നിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ സ്ഥലത്താണ് പലപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും തുടർന്ന് ഈ ഡ്രൈവർമാരടക്കം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, അതായത് വെള്ളം കുടിക്കാനും അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ ആയി ഉപയോഗിക്കുന്നത്. ഇവിടെ കടകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ കടകളൊക്കെ ഒലിച്ചുപോയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഈ സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഈ 8 ദിവസം മുൻപ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് നമുക്ക് കുറ്റപ്പെടുത്താം, അത് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്താം. പക്ഷേ ഈ ദുരന്ത നിവാരണ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത്ര എളുപ്പമല്ല ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിലുള്ള എല്ലാ സാങ്കേതികത്വവും തികഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ളത് അസാധ്യം കൂടിയാണ് ഈ മേഖലയിൽ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് കൂടുതൽ റഡാറുകൾ എത്തിക്കും, കൂടുതൽ JCBകൾ എത്തിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ബൈജുവിന് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു തരത്തിലും അങ്ങനെ ഇതുവരെയുള്ള ആധുനികമായ പുതിയ സംവിധാനങ്ങളൊന്നും അവിടെ എത്തിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ. ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ മൃതദേഹം രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അപകടം നടന്നതിന് 12 കിലോമീറ്റർ അകലെ വെച്ചാണ്, ഇത് അപകടം നടന്നതിന് 12 കിലോമീറ്റർ അകലെ വെച്ചാണ് ഈ മൃതദേഹം ലഭിച്ചത്. ഈ സന്നി ഹനുമന്ത ഗൗഡ, ഈ മണ്ണിടിച്ചിൽ കാണാതായ സന്നി ഹനുമന്ത ഗൗഡയുടെ മൃതദേഹമാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അതായത് ഈ ഭാഗത്ത് നദിയുടെ മറുകരയിൽ മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആളാണ് സന്നി ഹനുമന്ത. അവരൊക്കെ ഈ മണ്ണിടിച്ചിലെ തുടർന്ന് അവരുടെ വീടും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ടു. വെള്ളം ഇരച്ചെത്തിയപ്പോൾ ഇവർ വീടിനുള്ളിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 9 പേരെ ഈ ജലപ്രവാഹത്തിൽ കാണാതാവുകയുണ്ടായി. ഇതിൽ 2 സ്ത്രീകളുടെ മൃതദേഹമാണ് കിട്ടിയത്. ഇതിൽ 6 വീടുകളും ഇവിടെ തകർന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ അത്ര വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ദിവസം ഈ ഗംഗാവലി പുഴയിൽ വലിയ സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായി എന്നും നാട്ടുകാർ പറയുന്ന പശ്ചാത്തലം ഉണ്ട്. ഈ മണ്ണിടിച്ചിലിൽ ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ 2 പാചകവാതക ടാങ്കർ ലോറികളിൽ ഒരെണ്ണമാണ്. ഒന്ന് ഇത് കണ്ടെത്തി, അതിൽ ഒന്നിനി കണ്ടെത്താനുണ്ട്. ഈ പാചകവാതക ലോറി ഒരു പക്ഷേ ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതുകൊണ്ടാകാം ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത് എന്ന് സംശയമാണ് നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സമയത്തും ഓരോ പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വ്യക്തത അർജുനെ കുറിച്ച് ലഭിക്കാത്തതാണ് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത് എങ്ങനെ ലഭ്യമാകും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും. അത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം. നമുക്ക് ഈ ബൈജു കഴിഞ്ഞ കുറേ ദിവസമായി നേരത്തെ പറഞ്ഞതുപോലെ MP-യുടെ സാന്നിധ്യമുണ്ട്. കാസർഗോഡ് MLA അവിടെ എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. DYFIയുടെയും CPM-ന്റെയും മറ്റ് നേതാക്കൾ അവിടെ എത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ കർണാടക സർക്കാർ, നമുക്ക് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, ഈ കർണാടക സർക്കാരിൽ ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്തി അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുക, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ഫെസിലിറ്റീസ് ഇവിടേക്ക് എത്തിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതിനൊന്നും സർക്കാർ വഴങ്ങുന്നില്ല എന്നുള്ളതാണോ, അതോ വേണ്ടത്ര സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണോ? സമ്മർദ്ദമുണ്ട് രഞ്ജിത്തെ. സമ്മർദ്ദമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയെങ്കിലും വേഗത കൈവരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഇതിൽ തുടക്കത്തിൽ KC വേണുഗോപാലാണ് ഇത്തരത്തിൽ ഇടപെട്ടത്. കുടുംബവുമായി സംസാരിച്ച് KC വേണുഗോപാൽ DK ശിവകുമാറുമായി ബന്ധപ്പെട്ടാണ് ഈ സൈന്യത്തെ എത്തിക്കാനൊക്കെ തീരുമാനമെടുത്തത്.